ഹലോ, വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ആരാണോ ഈ ഷെയ്മിങ്ങിന് മുതിരുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ്, അവരുടെ എനർജി വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർ ഇഗ്നറൻ്റ് ആണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദോസ് ഹു ആർ ബിഹേവിങ് ലൈക്ക് ദിസ് ഓർ എനി ഇൽ they are uttering or they are performing means they are ignorant about it. They are far away from divine എന്ന് നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ നിറമോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫീച്ചേഴ്സോ ഒന്നും നമ്മുടെ കഴിവല്ല. ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ടു അസ് ബൈ ഗോഡ് അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നതാണ്. പിന്നെ നമ്മളതിനെ നർച്ചർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മൾ ഒരിക്കലും അതിൽ അഹങ്കരിക്കാൻ പാടില്ല, മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാനും പാടില്ല എന്നാണ് ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും പറയുന്നത്. കാരണം നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ നേടിയെടുത്തതല്ല അല്ലേ? ഇനി നമ്മൾ നേടിയെടുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിലും അഹങ്കരിക്കാനുള്ള ഒരു ചാൻസിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ? ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡെഡിക്കേറ്റഡ് ടു ദ ഓൾമൈറ്റി. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ നന്മകളും ഈ ഐശ്വര്യവും ഒക്കെ നമുക്ക് തിരികെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ആലോചിക്കുക. ഹൗ മച്ച് യു ആർ ഗോയിങ് ടു ഹേർട്ട് അതേഴ്സ് മീൻസ് ഇറ്റ് വിൽ കം ബാക്ക് സൂൺ വിത്ത് ട്രമണ്ടസ് ഇഫക്റ്റ്. അതായിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കത്തില്ല, ഇൻ അനദർ വേ. അപ്പം അങ്ങനെ ഒരു പ്രകൃതി നിയമം നമുക്കുണ്ട്. അപ്പോൾ ആ നിയമം 100% ട്രൂ ആണ്. അതുകൊണ്ട് ബിവെയർ ഇഫ് യു ആർ ഗോയിങ് ടു ഹേർട്ട് someone with your words or deeds. Thank you so much.